ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നാനാണ് ഉണ്ടാക്കിയേക്കണത് കേട്ടോ. നാൻ, ബട്ടർ നാൻ ആണ് ഉണ്ടാക്കിയേക്കണത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടിയാണ് ചേർത്തേക്കണത്. മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് എടുത്തേക്കണത്. ഒരു ബൗള് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര, ഉപ്പ്, പിന്നെ ബേക്കിംഗ് സോഡ. അതും കൂടി ഒന്ന് നന്നായിട്ട് കലർത്തിയതിന് ശേഷം പുളിയില്ലാത്തൊരു തൈര് അര ഗ്ലാസും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ അതിനെ കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് തന്നെ ശരിക്ക് കുഴച്ചെടുക്കുക വേണ്ട കേട്ടോ. സ്പൂൺ കൊണ്ടാകുമ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. നന്നായിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി എടുക്കണം. എന്നിട്ട് ഇതിൽ ഒരു ഒന്നര മണിക്കൂറോളം വയ്ക്കുകയും വേണം, അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇടിച്ച് കുഴച്ച് ഉരുട്ടി എടുത്ത് വയ്ക്കാം. നന്നായിട്ട് കുഴയ്ക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ച് നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ഗോൾഡ് വിന്നർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞ് അടച്ച് ഒരു 1.5 മണിക്കൂർ വയ്ക്കാം. ഇതാണ് നാനിൻ്റെ കൂട്ട്. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്തായാലും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉരുള ആക്കിയെടുത്ത് മൈദപ്പൊടിയിൽ മുക്കിയിട്ട് പരത്തി എടുക്കാം. ഈ നാനൊരു പ്രത്യേക പരത്തല, അതായത് ഈ തുള്ളി ഇല്ലേ, ഡ്രോപ്പ്, അതിൻ്റെ ഒരു ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ കേട്ടോ. ആദ്യം ഇങ്ങനെ വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് പതുക്കെ ഒരു ഷേപ്പ് കൊടുത്തിട്ട്, നാനിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, അതുപോലെ ആക്കിയെടുക്കണം. ഇപ്പം നല്ല സെറ്റായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയിൽ പരത്താൻ പറ്റണം കേട്ടോ. പിന്നെ മൈദപ്പൊടിയിൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ പരത്താണ്ട ഒരു പ്രത്യേക ഷേപ്പിൽ പരത്തി, ഒരു ഇച്ചിരി ധൃതി കൂടിപ്പോയി. അതുകൊണ്ടാണ് അത്ര നല്ല ഷേപ്പിലൊക്കെ കിട്ടാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇതാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിത് കുഴച്ച് വെച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ നാൻ ഒക്കെ വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ധൃതിയായി, അയ്യോ പെട്ടെന്ന് വേണം എന്നുള്ളതിൻ്റെ ഒരു ഇതായി. അപ്പോൾ ഷേപ്പൊക്കെ കുറച്ച് കുറവാണെങ്കിലും ഒരുവിധം ഷേപ്പിലൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇതുപോലെ പരത്തി എടുക്കാം. ശരിക്കും വേണമെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മൈദ ചേർത്ത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തില്ല. ഞാൻ മൈദപ്പൊടി തന്നെ എടുത്തിട്ട് ആ മൈദപ്പൊടിയിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതാണ് ഞാൻ മൈദപ്പൊടി തന്നെ എടുത്തത്. പിന്നെ പഞ്ചസാരയും പുളിയില്ലാത്ത തൈരൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ നല്ല ഷേപ്പിൽ, ചിലത് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടോ. എന്നിട്ട് നമുക്ക് ദോശക്കല്ലിൽ ബട്ടർ ചേർത്ത് ചുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടതുപോലെ ഷേപ്പിൽ വരും. എൻ്റെ ആ തുമ്പിച്ചിരി കൂർത്തിട്ട് ഇതുപോലെ ഷേപ്പിലാക്കിയെടുക്കാം. എനിക്ക് ഒരു 10, 12, 13 എണ്ണം കിട്ടിയിട്ടോ. അധികം വലിയ ഉരുളാക്കിയില്ല, ചെറിയ, എന്നാൽ തീരെ ചെറുതുമല്ല. ശരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഇങ്ങനെ കോമളച്ചിങ്ങനെ പൊന്തി വരും. എൻ്റെ അത്രയ്ക്ക് അങ്ങ് പൊന്തി വന്നില്ലായിരുന്നു. ഇറി പിടിച്ചിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ദോശക്കല്ലൊക്കെ ചൂടാക്കിയിട്ടുണ്ട്, അതിനകത്തേക്ക് വെച്ചിട്ട് ബട്ടർ, ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടർ പുരട്ടണം കേട്ടോ. ബട്ടർ പുരട്ടി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഈ ബട്ടർ ഇങ്ങനെ നമ്മൾ പറ്റുമ്പോഴേക്കും ശരിക്കും പൊന്തി ബബിൾസ് ശരിക്കും വരേണ്ടതാണ്. ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ, ഉണ്ടോ, കുറേശ്ശെ വന്നാൽ ശരിക്കും ഇതങ്ങോട്ട് നല്ലോണം പൊന്തി വരും. നമ്മൾ ഇച്ചിരി ധൃതി കൂടിപ്പോയത് ഇതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്ന്, ചിലതിനൊക്കെ ഷേപ്പ് കിട്ടി, ചിലതിനൊന്നും കിട്ടിയില്ല കേട്ടോ. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടല്ലോ. ഇത് എപ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം മൈദയാണ്, വയറിന് അധികം കഴിക്കാൻ പറ്റില്ല. വയറിൻ്റെ അധികം കേടല്ലേ മൈദ ദിവസമൊക്കെ കഴിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്ക് മുഴുവൻ രണ്ടും കൂടി വീഡിയോ പകർത്താൻ പറ്റിയില്ല. അതപ്പം മോള് ഉണ്ടാക്കുന്നുണ്ട് അവിടെ.
അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം ചുട്ടെടുത്തിട്ട് ഈ പരത്തിയ ഉടനെ തന്നെ ചുട്ട് ഇങ്ങോട്ട് എടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം അങ്ങനെ എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല നന്നായിട്ടുണ്ട്. നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നുണ്ട്. അധികം കട്ടി ഒന്നും തോന്നിയില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല പനീർ ബട്ടറും കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു, രണ്ടും നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുഴച്ചൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് പരത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ചുട്ടിങ്ങനെ എടുക്കാം. രാവിലെയൊക്കെ ഇത് ഭയങ്കര ജോലിയാണല്ലോ. ജോലിക്കൊക്കെ പോണവർക്കൊന്നും പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചേട്ടോ. അപ്പോൾ ഓരോന്ന് ഇതുപോലെ ചുട്ടിടുക. ചൂടോടെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പാട കഴിക്കാനായിട്ട്. പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ബട്ടറൊക്കെ പുരട്ടി, ബട്ടർ പുരട്ടുമ്പോഴാണ് അതിൻ്റെ ഈ ബട്ടർ പുരട്ടി നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കും നല്ല കോമളായിട്ട് ഇങ്ങോട്ട് വരേണ്ടതാട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ചുട്ട് കഴിയാറായി. ഇനി ഇതാ പനീർ ബട്ടർ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഫസ്റ്റ് മുതൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ലേ, രണ്ടും കൂടി എനിക്ക് പറ്റണില്ല. മല്ലിയില തൂവി വാങ്ങുവാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് വാങ്ങി വയ്ക്കാം. അങ്ങനത്തെ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് നാൻ, ബട്ടർ നാൻ, ബട്ടർ പനീർ ബട്ടർ മസാല കറി. സൂപ്പർ കോമ്പിനേഷൻ, നല്ല രുചിയായിട്ടോ. പിള്ളേരൊക്കെ നന്നായിട്ട് കഴിക്കും. പിള്ളേർക്ക് ഈ പനീർ ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വറക്കുകയും ചെയ്യും കേട്ടോ. ഈ പനീർ ബട്ടർ വറുത്ത് കറി വയ്ക്കും, പലതരത്തിൽ വയ്ക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ റെസിപ്പി ഞാൻ ഇഷ്ടമായെങ്കിലേ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ഇനി ഞാൻ അടുത്ത ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി കാണാം. താങ്ക് യു.